अस्सलामु अलैकुम वरहमतुल्लाह। बिस्मिल्लाहि वल्हम्दुलिल्लाहि वस्सलातु वस्सलामु अला सय्यिदिल मुर्सलीन വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബില്ലാഹി അമ്മാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഫിഖ്ഹിൽ ആദ്യത്തെ അധ്യായം അഹ്കാമു ശർഇയ്യ അതിൻ്റെ ആദ്യ ഭാഗം കുറച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങളും കൂടെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ അധ്യായം കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങളൊന്ന് പറയാം. എത്ര തരം ഹുക്മുകൾ നമ്മൾ പഠിച്ചു? 5 തരം അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് വാജിബ്, മറ്റൊന്ന് മൻദൂബ്, മറ്റൊന്ന് മക്റൂഹ്, വേറൊന്ന് ഹറാം, മറ്റൊന്ന് മുബാഹ്. ഈ 5 ഹുക്മുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗവും ഇന്നലെ പറയുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ 5 ഹുക്മുകൾ ഉണ്ടല്ലോ, വിധികൾ. ആ വിധികൾക്ക് നമ്മൾ വേറെയും ചില പേരുകൾ പറയുന്നു. നമ്മൾ പൊതുവെ പറയാറുള്ള നമുക്കറിയുന്ന കുറച്ച് പേരുകളാണ് ഈ പറഞ്ഞ ഹുക്മുകളുടെ മറ്റു ചില പേരുകൾ. അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതോടൊപ്പം ഈ പഠിച്ച ശർഇന്റെ വിധികൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഇബാദത്തുകൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് കിതാബിലേക്ക് നോക്കാം. ഇന്നലെ വായിച്ചതിന്റെ അടുത്തൊരു പാരഗ്രാഫ് വയുഖാലു എന്ന് തുടങ്ങുന്ന അവിടെ നിന്നാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നോക്കാം. വയുഖാലു ലിൽ വാജിബി ഫർദൻ. നമ്മൾ ഇന്നലെ വാജിബ് പഠിച്ചു. ഈ വാജിബിന് യുഖാലു പറയപ്പെടും ഫർദൻ, ഫർദ് എന്ന് പറയപ്പെടും. നമ്മൾ പൊതുവെ പറയാറുണ്ട് അല്ലേ, ഫർദ്, ഫർദ് നിസ്കാരം. അപ്പൊ നിസ്കാരം വാജിബാണ്. ആ വാജിബിന് തന്നെയാണ് നമ്മൾ ഫർദ് എന്ന് പറയാറുള്ളത്. അപ്പൊ വാജിബിന്റെ മറ്റൊരു പേരാണ് ഫർദ്. സിമ്പിൾ ആണ് ആണല്ലോ, നമ്മൾ പൊതുവെ പറയുന്നതാണ്. ഇനി മറ്റൊന്ന് വലിൽ മന്ദൂബി. നമ്മൾ നേരത്തെ മന്ദൂബ് പഠിച്ചു. ആ മന്ദൂബിന് പറയുന്ന പേരെന്താ? സുന്നത്ത്. സുന്നത്ത് എന്നാണ് പറയാം. നമ്മൾ സുന്നത്ത് എന്നേ പറയാറുള്ളൂ, മന്ദൂബ് എന്ന് പറയാറില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഫിഖ്ഹ് പഠിക്കുമ്പോൾ അതിന് കൃത്യമായ പേരുകൾ പഠിക്കുകയാണ്. മന്ദൂബിന്റെ മറ്റൊരു പേരാണ് സുന്നത്ത്. അടുത്തത് വലിൽ മുബാഹി ജായിസുൻ വഹലാൽ. നമ്മൾ മുബാഹ് പഠിച്ചു. മുബാഹിന് പറയുന്ന മറ്റൊരു പേരാണ്, മറ്റ് 2 പേരുകൾ പറയും. ഒന്ന് ജായിസ്, മറ്റൊന്ന് ഹലാൽ. ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദനീയം എന്ന് തന്നെയാണ്. ഹലാൽ എന്ന് പറഞ്ഞാലും അനുവദനീയം തന്നെയാണ്. അത് തന്നെയാണ് മുബാഹ് എന്ന് പറഞ്ഞാൽ. ഹലാൽ എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലേ. അപ്പൊ മനസ്സിലായോ? നമ്മൾ ഈ 3 കാര്യങ്ങൾ, 3 ഹുക്മുകൾക്ക് വ്യത്യസ്ത പേരുകൾ നമ്മൾ പഠിച്ചു. ബാക്കിയുള്ളതിന് ഹറാമിന് ഹറാം എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. കിതാബിൽ ശരിക്കും നോക്കുക. പറയുന്ന സമയത്ത് കിതാബിൽ നോക്കിക്കോളാം. വയുഖാലു ലിൽ വാജിബി ഫർദ്. വാജിബിന് ഫർദ് എന്ന് പറയപ്പെടും. വലിൽ മന്ദൂബി സുന്നത്തുൻ. മന്ദൂബിന് സുന്നത്ത് എന്ന് പറയപ്പെടും. വലിൽ മുബാഹി, മുബാഹിന് ജായിസുൻ വഹലാൽ. ജായിസ് എന്ന് പറയും, ഹലാൽ എന്ന് പറയും. അർത്ഥം വെക്കുന്ന ശരിക്കും കൃത്യമായി പഠിക്കണം. യുഖാലു, ഖാല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു. യഖൂലു പറയുക. ഈ പാഠത്തിന്റെ അവസാനം നമ്മൾ ഈ അറബിയുടെ നഹ്വ്, ഗ്രാമർ പഠിക്കുന്നുണ്ട്. മാളി എന്താണ്, മുളാരി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ. മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിന് പറയുന്നതാണ്. മുളാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് പറയാറുണ്ടല്ലോ പ്രസന്റ്, അതിനു വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ അവസാനം, ഈ പാഠത്തിന്റെ അവസാനം പഠിക്കാം. അപ്പൊ അത് ശരിക്കും നമുക്ക് അവിടെ പഠിക്കാം. ഇവിടെ യുഖാലു എന്ന് പറഞ്ഞാൽ പറയപ്പെടും. ലിൽ വാജിബി, വാജിബിന്. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം. അപ്പോൾ വാജിബിന് വേണ്ടി എന്നൊന്നും നമ്മൾ അർത്ഥം വെക്കേണ്ട, മലയാളത്തിൽ
പറയുമ്പോൾ ലിൽ വാജിബി, വാജിബിന് യുഖാലു പറയപ്പെടും, ഫർളുൻ ഫർള് എന്ന് പറയപ്പെടും. ഇനി നോക്കിയാൽ അതേപോലെ തന്നെ ലീ വെച്ചിട്ട് മൻദൂബിനെ കൂട്ടി കൊടുത്തത് വാവ് എന്തിനായെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. വാവ് ആൻഡിന്റെ സ്ഥാനത്താണ്. മനസ്സിലായല്ലോ? ആൻഡ് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കാൻ. ഇപ്പോൾ യുഖാലു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി അടുത്ത സെന്റൻസ് പറയുമ്പോൾ അതിനോട് കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വാവിട്ടത്. വലിൽ മന്ദൂബി, മന്ദൂബിനോ, മന്ദൂബിന് എന്താ പറയാ? സുന്നത്തുൻ, സുന്നത്ത് എന്നാണ് പറയുക. അതുപോലെ തന്നെ അടുത്ത് നോക്കിയാൽ വാവ് കൊടുത്തിട്ട് പറയുന്നു ലിൽ, വലിൽ മുബാഹി, മുബാഹിന് പറയും എന്താ പറയാ? ജായിസുൻ വഹലാൽ, ജായിസുൻ ഹലാൽ എന്ന് പറയും. അത് കൃത്യമാണല്ലോ. ഇനി മറിക്കാം അടുത്ത പേജില്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ മതത്തിന്റെ വിധികളൊക്കെ ഉണ്ടല്ലോ, ഇത് ആരോടാണ് പറയുന്നത്? ഇത് എല്ലാവർക്കും ബാധകമില്ല. പിന്നെ ആർക്കാണ് ഈ മതത്തിന്റെ വിധികളൊക്കെ ബാധകം? അതാണ് നമ്മൾ ഇനി പറയുന്നത്. നോക്കിയാ വൽ മുഖാതബു ബിൽ അഹ്കാമി, നമ്മൾ ഈ പറഞ്ഞ വിധികളൊക്കെ ആരോടാണ് ഇപ്പോ പറയുന്നത്? ഇത് ആർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്? അതിന്റെ മുഖാതബ് ആരാണ്? അൽ മുകല്ലഫു, മുകല്ലഫായ ആളാണ്. മുകല്ലഫ് ആരാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ? മുകല്ലഫ് ആരായെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ ആരായെന്നുള്ള ശേഷം പറയാം. ഓർക്കുന്നുണ്ടോ? ഓക്കെ, പറയാം. വഹുവൽ ബാലിഗു, അവൻ ആരാ? മുകല്ലഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ, അവൻ. അവൻ എന്ന് പറയുന്നതിന് നമ്മൾ ഹുവ എന്ന് പ്രയോഗിക്കും. അവൻ, വഹുവ അവൻ, അൽ ബാലിഗു ബാലിഗാണ്. ബാലിഗ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തിയ, പക്വത ഉള്ള ആൾക്കാണ്. പ്രായപൂർത്തിയെത്തിയ ആൾക്കാണ് ബാലിഗ് എന്ന് പറയുന്നത്. ബാലിഗ് മാത്രമായ പോരാ, അൽ ആഖിലു, ബുദ്ധിയും കൂടെ വേണം. ഒരാൾക്ക് പ്രായപൂർത്തിക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ബുദ്ധി ഇല്ല, എന്നാൽ അവന് ഈ പറഞ്ഞ ഹുക്മുകളൊന്നും ബാധകമല്ല. ഇസ്ലാമിന്റെ മതത്തിന്റെ നിയമങ്ങളൊന്നും അവന് ബാധകമല്ല. എന്ത് വേണം? ഈ രണ്ടും ഒരുമിച്ചുണ്ടാവണം. ബുദ്ധിയുള്ളവനാണോ, പ്രായപൂർത്തി എത്തിയവനാണോ? ബുദ്ധി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രായപൂർത്തി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. രണ്ടും കൂടെ ഉണ്ടാവുമ്പോഴാണ് അവനോടാണ് ഈ പറഞ്ഞ മതത്തിന്റെ ഹുക്മുകളൊക്കെ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കുക, അമലുൽ അബ്ദി, നമ്മള് ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. നിസ്കാരം, നോമ്പ് പോലത്തെ ആരാധനകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഈ ആരാധനകളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ചെയ്തതുകൊണ്ട് മാത്രമായില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് നോക്കിയാൽ, അമലുൽ അബ്ദി, അടിമയുടെ അമൽ. അമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. ഇമ്മ സ്വഹീഹുൻ, ഇമ്മ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്ന് പറയാം. നമ്മൾ മലയാളത്തിൽ പറയാണ്ട് ഒന്നുകിൽ അത് ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. അതിനാണ് ഒന്നുകിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇമ്മ എന്ന് പറയുന്നത്. ഇമ്മ സ്വഹീഹുൻ, ഒന്നുകിൽ അത് സ്വഹീഹായിരിക്കും, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. ഔ ബാത്തിലുൻ, അല്ലെങ്കിൽ അത് തെറ്റായി പോകും. ബാത്തിൽ എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല. അപ്പൊ ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ശരിയായിരിക്കും അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. നോക്കാം. അപ്പൊ എങ്ങനെയാണ് അതിനെ തീരുമാനിക്കാൻ പറ്റുക തെറ്റാണോ ശരിയാണോ എന്ന്? വസ്വഹീഹു മാ വാഫഖ അശ്ശർഅ. സ്വഹീഹ്, ശരി എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ ഇബാദത്ത് ശരിയാണ്, അമൽ ശരിയാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കാം? മാ വാഫഖ, അത് യോജിച്ചിട്ടുണ്ട്. അശ്ശർഅ, നമ്മൾ പറഞ്ഞ ഹുക്മുകളോട്, മതത്തിന്റെ നിയമങ്ങളോട് യോജിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, വാഫഖ എന്ന് പറഞ്ഞാൽ യോജിച്ചിരിക്കുന്നു, ശർഇനോട്, മതത്തിന്റെ നിയമങ്ങളോട് യോജിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സ്വഹീഹാണ്. വൽ ബാത്തിലു, ഈ ബാത്തിലു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തീരുമാനിക്കാം? മാ ലം യുവാഫിഖ് ശർഅ, അതെന്തില്ല? ശർഇനോട്, മതത്തിന്റെ നിയമത്തോട് യോജിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ബാത്തിലാണ്. നമ്മൾ സ്വഹീഹാണെങ്കിൽ എന്ത് പറഞ്ഞു? മതത്തിന്റെ നിയമങ്ങളോട് യോജിച്ചിരിക്കുന്നു. ബാത്തിലാണെങ്കിലോ മതത്തിന്റെ നിയമങ്ങളോട് യോജിച്ചിട്ടില്ല. അപ്പൊ യോജിച്ചതാണെങ്കിൽ ആ അമൽ ശരിയായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തെറ്റായി പോയിട്ടുണ്ട്, ബാത്തിലായി പോയിട്ടുണ്ട്. മസലൻ, അപ്പൊ നമുക്ക് അതിനൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ഉദാഹരണം കിട്ടിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും. എങ്ങനെയാണ് ആ ഉദാഹരണം നോക്കാം. സ്വലാത്തുൻ ബിവുളൂഇൻ, നിസ്കാരത്തിന് വുളൂ നിർബന്ധമാണ്, അല്ലെ? വുളൂ ഇല്ലാതെ നിസ്കാരം സ്വഹീഹല്ല. അപ്പൊ വുളൂ ചെയ്തുകൊണ്ടുള്ള നിസ്കാരം സ്വഹീഹത്തുൻ, അത് ശരിയാണ്. സ്വലാത്തുൻ ബിവുളൂഇൻ, നിസ്കാരത്തിന് വുളൂ നിർബന്ധമാണ്, അല്ലെ? വുളൂ ഇല്ലാതെ നിസ്കാരം സ്വഹീഹല്ല. അപ്പൊ വുളൂ ചെയ്തുകൊണ്ടുള്ള നിസ്കാരം സ്വഹീഹത്തുൻ, അത് ശരിയാണ്. അപ്പൊ വുളൂ ചെയ്തുകൊണ്ടുള്ള നിസ്കാരം സ്വഹീഹത്തുൻ, അത് ശരിയാണ്.
അത് സ്വീകരിക്കപ്പെടുന്ന അമലാണ്. വുളൂ ചെയ്തുകൊണ്ടുള്ള നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ സ്വഹീഹ് ആയത് ഷർഇനോട് യോജിച്ചു വന്നു കേട്ടോ. വുളൂ ആണ് ഇവിടുത്തെ നിയമം. ആ നിയമത്തോട് യോജിച്ചു വന്നു. ആ നിയമം നമ്മൾ ചെയ്തു, അത് പ്രാവർത്തികമാക്കി, എന്നിട്ടാണ് നിസ്കരിച്ചത്. അപ്പോൾ വുളൂ എടുത്ത് നിസ്കരിച്ചതുകൊണ്ട് അത് സ്വഹീഹായി. ഇനി നോക്കാം, വസ്വലാത്തുൻ ബിലാ വുളൂഇൻ, വുളൂ ഇല്ലാതെ നിസ്കരിക്കൽ ബാത്തിലത്തുൻ, അത് ബാത്തിലാണ്. അപ്പൊ വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ അത് സ്വഹീഹാണ്, വുളൂ ചെയ്യാതെ നിസ്കരിച്ചാൽ അത് ബാത്തിലാണ്. അപ്പോൾ ഒരു അമല് സ്വഹീഹാണോ ബാത്തിലാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അത് ഷർഇനോട് യോജിച്ച് വരണം. ഷർഇനോട് യോജിച്ചു വന്നാൽ അത് സ്വഹീഹായി, യോജിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റായി പോയി, ബാത്തിലായി പോയി. ഇതാണ് നമ്മുടെ പാഠത്തിലുള്ള ആകെ കുറഞ്ഞ ഭാഗങ്ങൾ. വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ അധ്യായം വളരെ സിമ്പിളായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിലുള്ള കുറച്ച് തദ്രീബാത്തുകളാണ്. നഹ്വിന്റെ ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ചുവടെ കുത്തുബിൽ മഅന കൊടുത്തിട്ടുണ്ട്. നമ്മൾ അർത്ഥം വെച്ചു, കിതാബ് നോക്കിയിട്ട് ആ കിതാബ് നോക്കിയിട്ട് അർത്ഥം വെച്ചതിന്റെ അത് മനസ്സിലാക്കിയിട്ട് ഇതിൽ കൊടുത്ത വാക്കുകൾക്ക് നിങ്ങൾ അർത്ഥം എഴുതുക, അത് വാട്സാപ്പിലൂടെ അറിയിക്കുക. അതിന് ചുവടെ അജീബ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളാണുള്ളത്. ആ 5 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എഴുതുക, പഠിക്കുക. ഏതൊക്കെയാ? കം ഹുക്മൻ ഫി ശർഇ മഹിയ, ശർഇൽ എത്ര ഹുക്മുണ്ട്? കം എന്ന് ചോദിച്ചാൽ എത്ര, അല്ലെ? എത്ര ഹുക്മുണ്ട്? മഹിയ ഏതൊക്കെയാ? രണ്ടാമത്തത് മസ്വഹീഹു, എന്താണ് സ്വഹീഹ്? മാ എന്ന് ചോദിച്ചാൽ ഇവിടെ എന്ത്, വാട്ട് എന്നുള്ള ചോദ്യമാണ്. മസ്വഹീഹു, എന്താണ് സ്വഹീഹ്? മൽ ബാത്തിലു, എന്താണ് ബാത്തില്? മനിൽ മുക്കല്ലഫു, ആരാണ്? മൻ എന്ന് ചോദിച്ചാൽ ആര്? മൻ മുക്കല്ലഫു, ആരാണ് മുക്കല്ലഫ്? ലിമ ജഅല അല്ലാഹു ലനാ ശർഅൻ, എന്തിനാ ശർഅ്, മതത്തിന്റെ ഈ നിയമങ്ങളൊക്കെ നമുക്ക് അല്ലാഹു എന്തിനാണ് സംവിധാനിച്ചു തന്നത്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കി പഠിച്ച് പറഞ്ഞു തരണം. അതുപോലെ നിങ്ങൾ വാട്സാപ്പിലൂടെ എഴുതി അറിയിക്കുകയും വേണം. സ്വിൽ കുല്ലമ്മിൽ മുനാസിബ്, അതിന്റെ അടിയിലുള്ള ഒരു പ്രവർത്തനമാണ്. യോജിച്ചത് ചേർത്ത് എഴുതുക. നേരത്തെ നിങ്ങൾ ഹുക്മുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് അതിനോട് യോജിപ്പിച്ച് ചേർത്ത് എഴുതാൻ പറ്റും. അത് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.